അർജന്റീന തോറ്റതിൽ വിഷമമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലേ ഇസ്രായേലിന്റെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൊടുത്ത അർജന്റീനന്റെ പ്രസിഡന്റിനെയും പിന്നെ അർജന്റീനക്ക് വേണ്ടിയിട്ട് മറ്റേ മാൻഡ്രക്ക് കളിച്ചിട്ടുള്ള ഈ 3-4 വേട്ടാവളിയന്മാരെയും കാണുമ്പോഴാണ് ഒരു സന്തോഷമുള്ളത്. അതായത് അർജന്റീന കപ്പങ്ങോട്ട് എടുത്ത് വെച്ച പോലെ ആയിരുന്നു നമ്മുടെ ചെകുത്താന്മാരുടെ വർത്താനം. അതിപ്പം ഈ നെതന്യാഹു ആണെങ്കിലും വേണ്ടില്ല, ബെൻഗുരിയൻ ആണെങ്കിലും വേണ്ടില്ല, മറ്റേ ടീമാണെങ്കിലും വേണ്ടില്ല, 3 മന്ത്രിമാരാണ് ഇസ്രായേലിന്റെ അർജന്റീനക്ക് വേണ്ടി ഇന്നലെ വാ തോരാണ്ട് സംസാരിച്ചതും അവർക്ക് വേണ്ടിയിട്ട് വിശ്വസ് പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ആ ഒരു തോൽവിയിൽ ഭയങ്കര സന്തോഷം തോന്നി. אני מעניק את הגביע הערב למי שאוהב את מדינת ישראל, ארגנטינה. זה החולצה האוריגינלי, אין בכל הארץ. അതിൽ വേറെ ഒന്നും നിങ്ങൾ എടുക്കണ്ട. വേറെ കളിയോ കാര്യങ്ങളോ മെസ്സിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളി എന്തോ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് ഫൈനൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട കളി. അതായത് ഒരു ടീം ഒന്നുമല്ലാത്ത രീതിയിൽ മെസ്സിയൊക്കെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോന്ന് പോലെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു കളി. അത് ഒരു അർജന്റീനൻ ഫാൻ എന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇന്നലത്തെ ബോൾ പൊസിഷൻസും കാര്യങ്ങളും അതുപോലെ ഷൂട്ട് ഓൺ ടാർഗറ്റ്സും ഒക്കെ കണ്ടു 0. അതായത് അർജന്റീന പോലത്തെ ഒരു ടീമേ ഒരു ഷോട്ട് പോലും പോസ്റ്റിലോട്ട് അടിച്ചില്ല, അല്ലെങ്കിൽ ഗോളിക്ക് പോലും തട്ടിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. വെറും 38% മാത്രം ബോൾ പൊസിഷനുള്ളൊരു ടീം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇതേ സ്ഥാനത്ത് അവിടെ എത്ര സ്ട്രോങ്ങിലാണ് സ്പെയിൻ കളിച്ചത് ഇന്നലെ. അല്ലെങ്കിൽ സ്പെയിൻ്റെ ടാർഗറ്റ്സ് എന്തായിരുന്നു? ഈ ബെസ്റ്റ് ഗോൾ കീപ്പറിൻ്റെ അവാർഡ് നമ്മുടെ സ്പെയിൻ്റെ ഗോൾ കീപ്പർക്ക് കിട്ടിയെങ്കിലും സത്യത്തിൽ ഒരു പണി എടുക്കാണ്ട് അയാൾ അവിടെ നിന്ന് എന്താ ടാർഗറ്റിലോട്ട് ഒരു അടി പോലും വന്നിട്ടില്ല. പണി മൊത്തപ്പുറത്ത് മനുഷ്യൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അർജന്റീനയുടെ ഗോളി തിരിച്ചും മറച്ചും കിടന്നും മലന്നും ഇരുന്നും നടന്നും നന്നും എന്തൊക്കെ പറയണ്ട ഒക്കെ പറഞ്ഞു നിങ്ങൾ. അതുള്ളത് കൊണ്ട് 1-0 ഒതുങ്ങി കിട്ടി. അല്ലെങ്കിൽ ഇന്നലത്തെ തോൽവി ചിലപ്പം ലോകം കണ്ട ഏറ്റവും വലിയ വേൾഡ് കപ്പ് ഫൈനൽ തോൽവിയിലോട്ടൊക്കെ എത്തിപ്പോയതിനെ. പോട്ടെ, അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല, ഫാൻസും അല്ലാത്ത ആളുകളൊക്കെ കാണട്ടെ. പക്ഷേ തോൽവിയിൽ ഉള്ള ആ ഒരു സന്തോഷം തോന്നിയത് എനിക്ക് ഈ കാര്യത്തിലായിരുന്നു. ഇവന്മാർ ഇന്നലെ വന്ന് കൊണ അടിച്ചിരുന്നു. അത് നെതന്യാഹു ആണെങ്കിലും വേണ്ടില്ല, ഇനി അത് ഇയാളെ പോലത്തെ ബെൻഗുരിയൻ ആണെങ്കിലും വേണ്ടില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വംശഹത്യക്കൊക്കെ ഇത്രയധികം സപ്പോർട്ടോടെ സന്തോഷിച്ച് കൈയടിച്ച് ചിരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇവനെ പോലത്തെ തെണ്ടികൾ വന്ന് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് അവരങ്ങ് തോറ്റപ്പുള്ള ഒരു സന്തോഷം അതൊന്ന് പറയണം തോന്നി. ഏതാണെങ്കിലും നമ്മൾ അതല്ല കേട്ടോ പറയാൻ വന്നത്. നമ്മൾ ഈ കുറച്ച് വാറിൻ്റെ അപ്ഡേറ്റ് പറയാം എന്ന് വിചാരിച്ചു. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ UAE അടിക്കും എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞതോടുകൂടി നിങ്ങൾ കണ്ടോ യുദ്ധത്തിൻ്റെ ഒരു ഗതി മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഞങ്ങൾ UAE അടിക്കും, ഇനി ഞങ്ങളുടെ ഈ അടിസ്ഥാന സാധനങ്ങളോട്ട് അടിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ പിന്നെ ഇറാൻ്റെ പാലം പൊളിക്കാനോ അല്ലെങ്കിൽ ഇറാൻ്റെ സ്കൂളുകൾ പൊളിക്കാനോ ഇറാൻ്റെ ഹോസ്പിറ്റലിലോട്ട് ബോംബ് ചെയ്യാനോ US നിന്നിട്ടില്ല. അതവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് അവിടെ വന്നു. അതായത് UAE US അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള അല ഇത്രത്തോളം വലിയ സഖ്യകക്ഷികളാണെന്ന് മനസ്സിലായി. അപ്പോൾ US അടിച്ചിട്ട് UAEക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളും എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഇന്നലെ പകലും ഇന്ന് ഇത്രയും സമയമായിട്ട് നോർമൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. അവരുടെ സൈനിക കേന്ദ്രങ്ങളിലോട്ടും അടിക്കാന്നല്ല, അപ്പുറത്തോട്ടുള്ള ഒരു അടിയും വന്നിട്ടില്ല. ഇനി ഇന്നലെ 2 പേര് മരിച്ചു, ഒരാളെ കാണുവാനില്ല. അതായത് അമേരിക്കൻ പട്ടാളക്കാരെ കാണുന്നില്ല. ഒരുപാട് പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അടുത്തൊരു വാർത്ത, ഒരാളൂടെ മരിച്ചിട്ടുണ്ട്. ഇറാഖിലുള്ള ആക്രമണത്തിൽ മറ്റൊരാളും കൂടെ മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ജോർദാനിൽ നടന്ന ആക്രമണത്തിലും ഇറാഖിൽ നടന്ന ആക്രമണത്തിലും അമേരിക്കയുടെ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്റേഴ്സും തകർന്നു പോയിട്ടുണ്ട് എന്നുകൂടെ തസ്നീം ന്യൂസ് ഇപ്പം കുറച്ച് മുമ്പ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ജോർദാനിലെ അൽ അസ്രഖ് വ്യോമത്താവളത്തിലോട്ട് ഇന്നലെ നടന്ന ആക്രമണത്തിൽ 20 US ഹാങ്ങറുകൾ തകർത്തിട്ടുണ്ട്. ഡസൻ കണക്കിന് അമേരിക്കൻ സൈനികരെ വധിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. പുറത്തോട്ട് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതുമാത്രമല്ല ഈ ദൗത്യത്തിൻ്റെ 2ാം ഘട്ടത്തിൽ, അതായത് ഈ ദൗത്യത്തിന് അവർ പേരിട്ട നസർ 2 എന്നാട്ടോ, അതിൻ്റെ 2ാം ഘട്ടത്തിൽ അബ്ബ എയർപോർട്ടിൽ, അത് നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത ന്യൂസിൽ പറഞ്ഞു, അബ്ബ എയർപോർട്ടിലോട്ട് ഇന്നലെ ഇറാൻ്റെ ആക്രമണം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ അബ്ബ എയർപോർട്ടിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ C-17 ഗതാഗത വിമാനങ്ങളും അതുപോലെ തന്നെ P-8 കമാൻഡ് വിമാനങ്ങളും ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. അതിലൊക്കെ വൻ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവനയും കൂടെ ഇപ്പോൾ തസ്നീം ന്യൂസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ IRGCയുടെ ന്യൂസുകളാണ് തസ്നീം ന്യൂസ് പുറത്തോട്ട് വിടാറുള്ളത്. അവരുടെ ക്ലെയിമുകളും കാര്യങ്ങളുമാണ് വിടാറുള്ളത്. ഈ സെൻകോം വന്ന് ഇല്ല ഞങ്ങളൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ സേഫാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിമാനങ്ങൾ പരസ്പരം വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്നൊക്കെ അവർ വന്ന് പറയുമായിരിക്കും. അത് നമുക്ക് ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും കാണാറുണ്ട്. അതൊരു വശത്ത് നടന്നോട്ടെ. ഇനി അതൊന്നും അല്ലാണ്ട് കുറച്ച് സാറ്റലൈറ്റ് ദൃശ്യങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൊക്കെ ആദ്യം ഈ വെച്ചിട്ടുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാണിക്കുന്നത് US മിലിറ്ററി ബേസ്, ജോർദാനിലെ മിലിറ്ററി ബേസിൽ യഥാർത്ഥത്തിൽ നടന്ന മുവാവിയ അൽ സുൽത്താനി എയർബേസിലോട്ട്, ജോർദാനിലെ എയർബേസിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ ഏരിയൽ, അതായത്
ക്ലോസപ്പ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതല്ല, വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അടി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് മറ്റൊരു എയർബേസ് ആയിട്ടുള്ള അൽ അസ്രക്ക്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അൽ അസ്രക്ക് എയർബേസിലോട്ട് കിട്ടിയിട്ടുള്ള അടി ഇതാ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് തന്നെ മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. അതായത് മുവക്കർ അൽ സൽത്താനി എയർബേസ് എന്നും കൂടെ അതിനെ പറയും. ആ എയർബേസിൽ ഉണ്ടായിട്ടുള്ള ഹാങ്ങറുകൾ, അതായത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ നിർത്തിയിട്ടുള്ള ഹാങ്ങറുകൾ പൊളിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഫൈറ്റർ ജെറ്റുകൾ പോയിട്ടുണ്ട് എന്നാണ് ഇപ്പം IRGC അവകാശപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തെ ഒന്നും കൂടെ ഉണ്ട്, കിങ് ഫൈസൽ എയർബേസ്, ജോർദാനിൽ തന്നെയുള്ള കിങ് ഫൈസൽ എയർബേസിലെ സെവറൽ ഡിസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, എയർ സ്ട്രൈക്കിൻ്റെ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏകദേശം അവിടേക്കെല്ലാം ഒരുവിധ എല്ലാ സംഭവങ്ങളും പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട്. അതേപോലെ തന്നെയാണ് ബഹ്റൈനിലെ C2 ഡാറ്റാ സെൻറ്റേഴ്സ്, അതായത് US മിലിറ്ററി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫെസിലിറ്റീസ് ആണ് ഇത്. അതായത് ബഹ്റൈനിലെ C2 ഡാറ്റാ സെൻറ്റർ അത് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദൃശ്യങ്ങൾ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നതാണ്. അതും കൂടെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് അമേരിക്കയുടേത് ഇറാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിൻ്റെ മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് പെൻറ്റഗൺ കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് ഡസൺ കണക്കിന് ഓഫ് US മിലിറ്ററി ടോപ്പേഴ്സിൻ്റെ ഇഞ്ചുറിനെ പറ്റി എന്താ പറയുക, US ഇറാൻ വാറിലെ ഇഞ്ചുറിനെ പറ്റി അവർ കൺഫർമേഷൻ അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യുന്നുണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ ന്യൂയോർക്ക് ടൈംസിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതേ സ്ഥാനത്ത് ഇറാൻ അവിടെ കൂടുതൽ അവരുടെ മിസൈൽ ശേഖരങ്ങളും അല്ലെങ്കിൽ മിസൈൽ സെറ്റപ്പുകളും എന്താ പറയുക റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ വീഡിയോയും പുതിയ വീഡിയോയും മിക്സ് ചെയ്ത പുതിയ പല വീഡിയോസും പുറത്തോട്ട് വരുന്നുണ്ട്. അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസൈൽസിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കട്ട് പഴയനെടുത്ത കട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒക്കെ അവരുടെ പല ന്യൂസ് ചാനലുകളായിട്ടും ഇറാൻ മീഡിയകളൊക്കെ ആയിട്ടും പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് വാറിൻ്റെ അപ്ഡേറ്റുകൾ എന്ന് പറയാനുള്ളത്. പിന്നെ വേറെ വലിയ ഞാൻ പറഞ്ഞല്ലോ, അന്ന് കഴിഞ്ഞ ദിവസം UAE ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി മൊത്തത്തിലൊരു തണുപ്പ് വന്നിട്ടുണ്ട് യുദ്ധത്തിന്. യുദ്ധം നടക്കുന്നുണ്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു മിനിമൽ സ്കെയിലാണ് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനി വേറൊരു വലിയൊരു ഭൂകമ്പം വരാനുള്ളതിന് മുമ്പത്തെ ഒരു ശാന്തതയാണോ അറിയില്ല. ഇതാണെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.